ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സോളാർ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. കോടതി ഉത്തരവുകൾ സർക്കാർ പ്രഹസനമാക്കുന്നുവെന്ന് കോടതി വിമർശിച്ചു. സരിതയുടെ മൊഴിയെടുക്കാൻ അവസരം നൽകാത്തത് സംശയകരം. കേസിൽ സർക്കാരിന് ചിലത് മറച്ചുവെക്കാനുണ്ടെന്ന് കരുതുന്നതായും ഹൈക്കോടതി വിമർശിച്ചു. അതേസമയം മറ്റൊരു കേസിൽ MK കുരുവിള നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടന്നോ എന്ന ഗൗരവകരമായ പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. സോളാർ കേസിലെ പ്രതി ശാലു മേനോന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ. സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്താൻ അവസരം നൽകാത്ത പോലീസ് നടപടിയെ കോടതി വിമർശിച്ചു. കഴിഞ്ഞ ദിവസം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സരിതയുടെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അന്വേഷണ സംഘം മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ഇത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ വിമർശം. സർക്കാരിനെ കേസുമായി ബന്ധപ്പെട്ട് ചിലത് മറയ്ക്കാനുണ്ടെന്ന് സംശയിക്കുന്നു. കോടതി ഉത്തരവുകൾ പ്രഹസനമാക്കുകയാണ് സർക്കാർ. തട്ടിപ്പിലൂടെ നേടിയ പണം കണ്ടെടുത്തിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് SS സതീഷ് ചന്ദ്രൻ ചോദിച്ചു. അന്വേഷണം ഈ നിലയിലാണെങ്കിൽ ADGPയോട് ഹാജരാകാൻ നിർദ്ദേശം നൽകുമെന്നും കോടതി പറഞ്ഞു. വ്യവസായിയായ MK കുരുവിള നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ പേരും ഇന്ന് ഹൈക്കോടതി പരാമർശിച്ചു. കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നായിരുന്നു കുരുവിളയുടെ ഹർജിയിലെ ആവശ്യം. ഇത് പരിഗണിക്കുമ്പോൾ പരാതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അതേസമയം തെറ്റിദ്ധാരണ മൂലമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങളുണ്ടായതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പ്രൊഡക്ഷൻ വാറണ്ട് ഉള്ളതുകൊണ്ടാണ് സരിതയെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്തതെന്നും DGP വിശദീകരിച്ചു. പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ ഒരു പ്രതിയെ ആ പരാതി എഴുതുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ചെയ്തതാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ പോലീസിന് ചെയ്യാൻ പറ്റുമോ എന്നൊരു പരാമർശം ചോദിച്ചത്. MK കുരുവിളയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ജസ്റ്റിസ് VK മോഹനൻ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്ന് ഗവൺമെന്റ് പ്ലീഡറും വിശദീകരിച്ചു. ഈ ഉപകരണങ്ങളിൽ ചെയ്യുന്ന ഫ്രോഡുകളും മറ്റും പവർ സെന്റേഴ്സ് അറിയാതിരിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവില്ലേ എന്നോട് ചോദിച്ചു. ഉണ്ടാവുമെന്ന് ഞാൻ ഉത്തരം പറയുന്നു. ഇതല്ലാതെ ജസ്റ്റിസ് VK മോഹൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് കേസെടുത്തപ്പോൾ ശ്രീ MK കുരുവിളയുടെ കേസെടുത്തപ്പോൾ യാതൊരു വിധത്തിലുള്ള പരാമർശവും മുഖ്യമന്ത്രിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ ഉണ്ടായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ അറിവിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുവോ എന്ന് ജസ്റ്റിസ് ചോദിച്ചില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് DGPയോ ഗവൺമെന്റ് പ്ലീഡറോ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. DGPയുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നാളെ ഹാജരാക്കുമെന്നും DGP അറിയിച്ചു. മീഡിയ 1 കൊച്ചി. സോളാർ വിഷയത്തിൽ സർക്കാരിനും പോലീസിനുമേൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം KPCC വൈസ് പ്രസിഡന്റും കോൺഗ്രസ് വക്താവുമായ MM ഹസൻ ഡൽഹിയിൽ, P ശ്രീരാമകൃഷ്ണൻ MLA തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണനെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. PC ജോർജ് ഗവൺമെന്റ് ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ PC ജോർജിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ MM ഹസൻ, സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണത്തിലും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിലും കോടതി ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തുകയല്ലേ ചെയ്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതെല്ലാം വളരെ ആലങ്കാരികമായി പെരുപ്പിച്ച് പറയുന്ന വാർത്തകളാണ്. എൻ്റെ അന്വേഷണത്തിൽ കോടതിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങൾ രൂക്ഷമായ വിമർശനം എന്ന് പറഞ്ഞതുപോലും വാസ്തവത്തിൽ സത്യവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണ്. കോടതിയിലുണ്ടായത് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വളരെയധികം ആലങ്കാരികമായോ അല്ലെങ്കിൽ അത് പെരുപ്പിച്ചോ പറയുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ യാതൊരു സംഭവങ്ങളും കോടതിയിൽ ഉണ്ടായിട്ടില്ല. അല്ല, എവിടെയാണെന്നൊന്ന് താങ്കൾ വ്യക്തമാക്കണം. എവിടെയാണ് മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാട്ടിയത്? MK കുരുവിള നൽകിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തു എന്ന് കോടതിയുടെ ചോദ്യം. ഇതിൽ കാര്യമായി എടുക്കേണ്ട ഈ ആവശ്യം കാര്യമായി എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചത് ഇപ്പോൾ വാദി പ്രതിയാവുകയാണോ എന്നതാണ്. രണ്ടാമത്, സരിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്തുകൊണ്ട് അത് ഉണ്ടായില്ല? സർക്കാരിന് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ ഐക്യത്തിൽ അതിന്റെ പ്രവർത്തനത്തിലുള്ള സംശയം, ഈ തരത്തിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയല്ലേ എന്നാണ് കോടതി ചോദിച്ചത്. ഇതൊന്നും അവിശ്വാസമല്ലേ? പിന്നെന്താണ്? ഒരിക്കലുമല്ല. കോടതിയുടെ ബെയിൽ പെറ്റീഷൻ പരിഗണിക്കുന്ന അവസരത്തിൽ കോടതി നടത്തുന്ന പരാമർശങ്ങളൊന്നും കോടതി വിധിയായിട്ട് കാണാൻ പറ്റുകയില്ല. കോടതി അവിശ്വാസം രേഖപ്പെടുത്തുകയാണെങ്കിൽ കോടതിയുടെ വിധിയിൽ അത് വരും. നാളെ അതിൻ്റെ ജഡ്ജ്മെന്റ് പറയാനിരിക്കുകയാണ്. ഇവിടെ നടന്ന സംഭവം ഈ യഥാർത്ഥത്തിൽ സരിത എസ് നായരുടെ ഒരു കേസ് കോടതിയുടെ മുമ്പിലില്ല. ശാലു മേനോൻ കൊടുത്തിട്ടുള്ള ബെയിൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള
കോടതിയുടെ വിചാരണയ്ക്കിടയിൽ കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ജഡ്ജി ചോദിച്ച കാര്യങ്ങൾ എന്താണ്? ഇത് സംബന്ധിച്ച് എത്ര കേസുകൾ അന്വേഷണത്തിൽ നടക്കുന്നുണ്ട്, ഏതൊക്കെ സ്പെഷ്യൽ ടീമുകളാണിത് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് കേസിന്റെ പൂർണ്ണമായ വിവരങ്ങൾ DGPയുടെ കയ്യിലുണ്ടോ, അതോ ADGPയെ വിളിച്ചു വരുത്തി കോടതി ഈ കാര്യങ്ങൾ ചോദിക്കണമോ? അങ്ങനെയാണ് ചോദിച്ചത്. അതല്ലാതെ ഞാൻ ചോദിക്കുന്ന ഒരു കോടതിയിലെ നടക്കുന്ന വിചാരണയ്ക്കിടയിൽ ഉണ്ടാകുന്ന പരാമർശങ്ങൾ കോടതി വിധിയാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? കോടതി അവിശ്വാസം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ശ്രീ എം ഹസൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. ഈ വാദം തന്നെയാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ, ഈ വാദം തന്നെയാണ് മുഖ്യമന്ത്രിയും ഉയർത്തിയത്. ഇതിൽ മാധ്യമങ്ങൾ കാര്യങ്ങൾ പഠിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. വിധിയല്ല, ഒരു പരാമർശം മാത്രമാണ് എന്ന വാദം നിലനിൽക്കുന്നു. മാധ്യമങ്ങൾ വേണ്ടത്ര രീതിയിൽ പഠിക്കാതെ ഇത് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നും പറയുന്നു. എന്നോടാണോ? തീർച്ചയായും ശ്രീരാമകൃഷ്ണൻ. അല്ല, കോടതി വിധി അല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അന്തിമ വിധി പുറപ്പെടുവിക്കാൻ സമയമായിട്ടില്ലല്ലോ. അന്തിമ വിധി പുറപ്പെടുവിച്ച് ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല, ശ്രീ MM ഹസൻ്റെ ഔദാര്യം ആവശ്യമില്ല. ഇവിടെ കോടതി ഒരു കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ കോടതിയുടെ സ്വാഭാവികമായ ആശങ്ക പ്രകടിപ്പിച്ചു. ആ ആശങ്ക ഒരു ഭരണകൂടത്തിനെതിരായുള്ള ശക്തമായ വിമർശനമായിട്ടാണ് വന്നത്. അത് കോടതിയുടെ ഒരു കമൻറ്റ് എങ്ങനെയാണ് ജനാധിപത്യത്തിൽ എടുക്കുക എന്നുള്ളത് ആദ്യത്തെ അനുഭവമാണോ? കോടതി എന്താണ് ചോദിച്ചത്? MK കുരുവിളയുടെ പരാതിയുടെ ശേഷമാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ട് കേസുണ്ടായത്. ആ കേസുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കേസിൽ കൊടുക്കാൻ പരിശ്രമിച്ചു എന്നത് ശരിയാണോ? നിങ്ങൾക്കൊന്നും പേടിക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തിന് വിധേയമാകാത്തത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിലും വലിയൊരു ചോദ്യം ചോദിക്കാനുണ്ടോ? നിയമപരമായ ബാധ്യതയുണ്ടോ? ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണൻ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തലശ്ശേരിയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെ കോടതി നടത്തിയ ഒരു പരാമർശമുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിലെ ക്രമസമാധാന പാലനം എങ്ങനെ നടക്കുമെന്ന് അന്ന് സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായത്. ഇങ്ങനെയൊക്കെ വാക്കാൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു ജഡ്ജി എന്ന് പരിഹസിച്ചുകൊണ്ട് രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായി. അന്ന് അതിനെയെല്ലാം ന്യായീകരിച്ച് താങ്കളുടെ പാർട്ടിയും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മറഞ്ഞോ? ഇത് രണ്ടും തമ്മിൽ പരസ്പരമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് പുലബന്ധം പോലും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം കോടതിയുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാഷ്വൽ കമൻ്റാണത്. ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിലെ വില്ലേജ് ഓഫീസറുടെയും സബ് ഇൻസ്പെക്ടറുടെയും ജോലിയല്ലോ ആഭ്യന്തരമന്ത്രി ചെയ്യുന്നത്. അദ്ദേഹം തലശ്ശേരിയിൽ താമസിച്ചിട്ട് തലശ്ശേരിയിലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ജോലി ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ആ വിമർശനത്തിൽ എന്താ അർത്ഥമുള്ളത്? പക്ഷേ കോടതിയുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് അതിലൊന്നുമില്ല. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കേസ് വന്നിരിക്കുകയാണ്. ആ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തതിന് ശേഷം ഒരു വ്യക്തി നിരവധി കേസുകളിൽ പ്രതിയാവുകയാണ്. അതെല്ലാം തെറ്റാണെന്നും വ്യാജമാണെന്നും കള്ളപ്പരാതികളാണെന്നും കോടതിക്ക് മുൻപാകെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് കോടതി ചോദിക്കുകയാണ്, ഇത് വാദിയെ നിങ്ങൾ പ്രതിയാക്കുന്ന സ്ഥിതിയാണല്ലോ, എന്താണ് മുഖ്യമന്ത്രിക്ക് അന്വേഷണത്തിന് വിധേയമാകാൻ തടസ്സം? എന്താണ് ഇത്? യഥാർത്ഥത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ഇവിടെ നടന്നുള്ളത്. സരിതയ്ക്ക് രഹസ്യമായിട്ടൊരു മൊഴി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ദീർഘമായ ഒരു മൊഴി മജിസ്ട്രേറ്റിന് മുൻപാകെ കൊടുക്കുന്നു. അത് രേഖപ്പെടുത്താനുള്ള സമയം കൊടുക്കാതെ മറ്റൊരു കേസിൽ മറ്റൊരു കോടതിയിൽ ഹാജരാക്കി അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഇത് കേട്ടിരുന്ന ദൃക്സാക്ഷിയായിട്ടുള്ള വനിതാ പോലീസ് ഓഫീസറെ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി മൊഴി ചോർത്തുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സരിത കോടതിയിൽ പറഞ്ഞതിന് നേർ വിപരീതമായ മൊഴി എഴുതി കൊടുപ്പിക്കാനാവുമോ എന്നതിൻ്റെ സമ്മർദ്ദത്തിന് വേണ്ടി പോലീസിൻ്റെ അധികാരത്തെ ദുരുപയോഗിക്കുന്നു. ഇതെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കോടതി പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ശ്രീ MM ഹസൻ, ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ് കോടതി ഇന്ന് ചോദിച്ചത്. അതുതന്നെയാണ് ആ പരാമർശം. അത് മാത്രമല്ല, ഈ പരാമർശത്തിന്റെ പേരിൽ രാജി ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച. നേരത്തെയൊക്കെ നിരവധി വാർത്തകൾ, നിരവധി വെളിപ്പെടുത്തലുകൾ ഇത് സംബന്ധിച്ച് വന്നിരുന്നു. അന്നൊക്കെ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമം നടത്തിയിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നും UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും. മുരളീധരൻ ഇന്ന് പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. മുരളീധരൻ പറഞ്ഞ കാര്യമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് കോടതിയിലെ പരാമർശമല്ലേ. പക്ഷേ മുരളീധരൻ അഭിപ്രായം മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ അഭിപ്രായം. അതും ഇതുമായിട്ട് ബന്ധം. കോടതിയിൽ മുഖ്യമന്ത്രിക്കെതിരായി ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. ഈ കേസിനെതിരായി ഈ കേസ് അന്വേഷണത്തെക്കുറിച്ച് കോടതി അസംതൃപ്തി പ്രകടിപ്പിച്ചതായി ഒരു വിധിയും വന്നിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത് പ്രതിപക്ഷം വ്യാഖ്യാനിക്കുകയാണ്. ശ്രീരാമകൃഷ്ണൻ തിരിച്ചു വരാം. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഞാനായിരുന്നു മുഖ്യമന്ത്രി കസേരയിലെങ്കിൽ ഇതിനു മുൻപേ രാജിവെക്കുമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം
ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. താൻ വിശ്വസിച്ച കുറെ നേതാക്കന്മാരും കുറെ ജോലിക്കാരും പേഴ്സണൽ സ്റ്റാഫും എല്ലാം കൂടെ ഇതുപോലെ വഞ്ചിച്ചൊരു മനുഷ്യനെ അപമാനിച്ച് അത് 45 കൊല്ലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള മാന്യതയായി ജീവിച്ചിരുന്ന ജനങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധമുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഇതുപോലെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനാണ് ഇതിനു മുമ്പ് ഇട്ടിട്ട് പോയേനെന്ന്. അല്ല, അത് അദ്ദേഹത്തിന് കുഴപ്പമില്ല ശ്രീ പി സി ജോർജ്. പിന്നെ താങ്കൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? എന്ത് അപമാനം സഹിച്ചും ഞാൻ മുഖ്യമന്ത്രിയെ തുടരും, സത്യം എനിക്ക് തെളിയിക്കണമെന്ന് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്ത അത്രയും വേദന താങ്കൾക്ക് എന്തിനാണ്? ഞാനൊരു പൊതുപ്രവർത്തനായതുകൊണ്ടുള്ള വേദന മനസ്സിലായില്ലേ? അത് പൊതുപ്രവർത്തനായിട്ടുള്ളവർക്ക് വിവരം മനസ്സിലാവും. താങ്കളുടെ മാത്രം വേദനയാണോ അതോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒന്നാകെയുള്ള വേദനയാണോ ഇത്? മാണി ഗ്രൂപ്പിന്റെ ഒന്നാകെയുള്ള വേദന മാണി സാറ് പറഞ്ഞോളൂ, അത് ഞാനല്ല പറയുന്നത്. അത് പറയാൻ മാണി സാറുണ്ട്, ഞാൻ എന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇന്നത്തെ കോടതിയുടെ പരാമർശനം, വിധിയല്ല പരാമർശനം, ആ പരാമർശം വിരൽ ചൂണ്ടുന്നത് വസ്തുതാപരമായി നോക്കിയാൽ ആ ജഡ്ജിമാരുടെ പരാമർശം കറക്റ്റ് അല്ലേ? ആരാ ഉത്തരവാദി? ഒറ്റ കാര്യം ചോദിക്കട്ടെ ശ്രീ പി സി ജോർജ്, ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, UDF നേതാക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം, എങ്ങനെ കവറപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ഇതുവരെ പാറ പോലെ ഉറച്ചു നിന്ന ലീഗ് പോലും ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്ന് അംഗീകരിക്കുകയാണ്. താങ്കളുടെ കേരള കോൺഗ്രസ് എമ്മും അതുപോലെ അംഗീകരിക്കുകയല്ലേ ഒരു പ്രതിസന്ധി ഇപ്പോൾ സർക്കാരിനുണ്ടെന്ന്? ഞാൻ പറഞ്ഞത് ഞാനൊന്ന് പറയാൻ സമ്മതിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഘടകകക്ഷികളെ പറ്റി ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഘടകകക്ഷികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല, അത് രാഷ്ട്രീയ മര്യാദയല്ല എന്ന അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. ഇതിനകത്തെ പ്രശ്നം കോടതിയുടെ പരാമർശം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സത്യസന്ധമായി അന്വേഷണം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ നിയമസഭ പ്രഖ്യാപിച്ചു വെച്ച പോലീസ് ടീം, ആ പോലീസ് ടീമിന്റെ ഭാഗത്തുണ്ടായ മര്യാദകളാണ് ഇപ്പോ ഇന്ന് പരാമർശന വിധേയമായത്. അത് മാത്രമൊന്നുമല്ല, MK കുരുവിള കൊടുത്തിട്ടുള്ള പരാതി, അത് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നുണ്ടാകണം, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തോ അന്വേഷണ സംഘം എന്നാണ് കോടതി ചോദിച്ചത്, ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ചോദിച്ചത്. അതിന് കോടതി ചോദിച്ചിട്ടുണ്ട്, തെറ്റെന്നേ ചോദിച്ചോട്ടെ. മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞാൽ ആരെയും ചോദ്യം ചെയ്യാൻ അവകാശത്തോടു കൂടി വെക്കുന്നു ഈ അന്വേഷണ ടീമിനെ എന്ന്. ആ അന്വേഷണ ടീം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നു ഇന്ന് ഈ പരാമർശം വരുമോ? അപ്പൊ ആരാ ഉത്തരവാദി? ആ ഉത്തരവാദി രാജിവെക്കണം എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ആദ്യം രാജിവെച്ച് പിരിയേണ്ടത് ആഭ്യന്തരമന്ത്രിയാ, അതാ മുഖ്യമന്ത്രിയല്ല. ആഭ്യന്തരമന്ത്രിക്ക് വന്ന പിഴവാണ് ബഹുമാനപ്പെട്ട കോടതി എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശാലുമേനോന്റെ അറസ്റ്റ് ഉൾപ്പെടെ താമസിപ്പിച്ച് യാതൊരു സംശയമില്ല ഈ ഗവൺമെന്റിന് മോശത്തരം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അന്വേഷണ സംഘം പോലീസാണ്. ആ പോലീസ് സംഘത്തിന്റെ അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്.